Hello guys, welcome to our new video with me and Ivu. Our gardening vlog video. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മുടെ നേരത്തെ കഴിഞ്ഞ വീഡിയോ നമ്മൾ പറഞ്ഞാൽ നമ്മുടെ സ്മോൾ ഗാർഡനും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ ഗാർഡനിൽ നിന്ന് നമ്മൾ ചെറിയായിട്ട് ക്ലീനപ്പ് ചെയ്യാൻ പോവുക. കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല ബിക്കോസ് ഒരു ലിമിറ്റ് ഉണ്ട്. അപ്പോൾ ആ ഒരു ലിമിറ്റ് വെച്ചിട്ട് നമുക്ക് ഗാർഡനിങ് പരിപാടികളൊക്കെ ചെയ്യുന്നു. അപ്പോൾ ഞങ്ങൾ ആദ്യം ബണ്ണിങ്സ് എന്ന് പറഞ്ഞൊരു വെയർ ഹൗസ് അവിടെ പോയിട്ട് ഈ ഗാർഡനിങ്ങിൻ്റെ സാധനങ്ങളൊക്കെ മേടിച്ച് ഞാനൊരു ഗ്ലൗസ് മേടിച്ചു ക്ലീൻ ചെയ്യാനായിട്ട്. ഇവ ഓൾറെഡി ഗ്ലൗസ് മേടിച്ചു. ഇവൻ്റെ ഗ്ലൗസിൽ എന്താ ഉള്ളത് കാണിച്ചെടുത്ത് ക്യാരറ്റ് ഉണ്ട് ഇവൻ്റെ ഗ്ലൗസിൽ. അപ്പം നമ്മുടെ ഗാർഡൻ്റെ ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം വലിയ തണുപ്പില്ല എന്നാലും ഇവനെ നമ്മൾ ഫുള്ള് ഇതൊക്കെ ആയിട്ടാണ് നമ്മൾ ഇറക്കിയേക്കുന്നത് അല്ലേ. മങ്കി ക്യാപ്പൊക്കെ വെച്ചിട്ട്. അപ്പം എന്ത് പറ്റി? അയ്യോ സാഡ് നത്തിങ് റൈറ്റ്. ഓക്കെ ദാറ്റ്സ് ഓക്കെ. അങ്ങനെ ഇതൊന്നും ഇടാതെ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു അപ്ഡേറ്റ് ഉള്ളത് കണ്ടോ. നമ്മുടെ ഇത് കണ്ടോ പ്ലം ട്രീ ഉണ്ട്. നമ്മുടെ പ്ലം ട്രീ ഫുള്ള് പൂത്തിരിക്കുവാണ്. ഇപ്പോൾ പ്ലം ട്രീയിലെ പൂക്കളൊക്കെ കണ്ടില്ലേ. ഇത് ആക്ച്വലി ഇനിയിപ്പോൾ പ്ലം ആയിട്ട് മാറും, ലീഫൊക്കെ ആയിട്ട് നമുക്ക് ഫ്രൂട്ടൊക്കെ വരും ഇതിൻ്റെ അത് അല്ലേ ഇവ യാ. ഇതിലെല്ലാം ചെറിയ ചെറിയ ഫ്ലവേഴ്സ് വരുന്നുണ്ട് കണ്ടോ. സ്പ്രിംഗ് സീസൺ ആയതുകൊണ്ട് നല്ല ഫ്ലവേഴ്സ് നന്നായിട്ട് വരുന്നുണ്ട്. ഇതിലൊക്കെ കണ്ടോ ചെറിയ ചെറിയ ഫ്ലവേഴ്സ് വരുന്നുണ്ട്. ഇതെല്ലാം സ്ട്രോബെറി, അതൊക്കെ കുറച്ചൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാനുള്ളതാണ്. അപ്പോൾ നമ്മുടെ മേജർ ക്ലീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ അകം ക്ലീൻ ചെയ്യണം. നമുക്ക് ഇത് കുറേ ക്ലീൻ ചെയ്യാൻ പറ്റില്ല ബിക്കോസ് ഞാൻ ലിമിറ്റ് ഉണ്ടെന്ന് പറഞ്ഞതിൻ്റെ കാരണം വെച്ചാൽ ഇതാണ് നമ്മുടെ ക്രൈസ്റ്റ് സിറ്റി കൗൺസിലിൻ്റെ വേസ്റ്റ് ബിൻ. ഈ വേസ്റ്റ് ബിന്നിൽ ഇത് ഗ്രീൻ വേസ്റ്റ് ബിന്നാണ്. ഈ ഗ്രീൻ വേസ്റ്റ് ബിന്നിൽ നമുക്ക് ഓർഗാനിക്സ് മാത്രം ഇടാൻ പാടുള്ളൂ. അതായത് ഗാർഡൻ വേസ്റ്റും ഫുഡ് വേസ്റ്റും ഇത് ഗ്രീൻ വേസ്റ്റ് മാത്രമേ നമുക്ക് ഇടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതൊരു ചെറുതാണ്. അപ്പം ഞാൻ ഓൾറെഡി ഇവിടെ കുറച്ച് സണ്ണി ആയിരുന്നു. ആ സമയത്ത് ഞാൻ കുറച്ച് സാധനങ്ങൾ പെട്ടെന്ന് ചെയ്തു. ഇതൊന്ന് ക്ലീനപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ കുറച്ച് സാധനങ്ങൾ ഓൾറെഡി ഇതിൻ്റെ അകത്ത് ചെയ്തു. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ചെയ്യേണ്ടത്. ഇവിടെ ഓൾറെഡി ഇരുന്ന ഒരു കവറിൻ്റെ അകത്ത് കുറച്ച് പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്ത് വെച്ച്. ഇവുവിൻ്റെ ടാസ്ക് എന്താണെന്ന് അറിയാമോ എല്ലാവർക്കും? ഇവൂസ് ടാസ്ക് ഈസ് ടു ക്ലീൻ ദീസ് സ്മോൾ തിങ്സ്. ഞാനിപ്പം എടുത്തിടുന്നതിൻ്റെ സ്മോൾ തിങ്സ് ഇവു ക്ലീൻ ചെയ്യും അല്ലേ ഇവു? ദാറ്റ്സ് യുവർ ടാസ്ക് റൈറ്റ്? ഹെൽപ്പ് ചെയ്യാലോ ഇവനെ. എന്താ ഹെൽപ്പ് ചെയ്യണ്ടേ? ഇതെടുത്ത് ക്ലീൻ ചെയ്യുന്ന ഹെൽപ്പ് ചെയ്യാം. അപ്പയ്ക്ക് അത് ഹെൽപ്പ് ചെയ്യണ്ടേ. അപ്പം ഞാനും ഇവും കൂടെ ഇനി ഞങ്ങൾ അത് ചെയ്യാൻ പോവാണ്. ഓക്കെ ഗൈസ്. അപ്പം ഞങ്ങൾ കുറേയൊക്കെ ക്ലീൻ ചെയ്തു. പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അത് ഇവുവിൻ്റെ ടാസ്ക് ആയിരുന്നു. ഇവുവിൻ്റെ ടാസ്ക് ഇവു ക്ലീൻ ചെയ്തിട്ടില്ല കണ്ടോ. ഇവിടെ എല്ലാം ബ്ലാക്ക് കിടക്കുന്നു. ഇവു ഇതൊന്നും അപ്പം അത് ചെയ്യണ്ടേ, ഇത് ക്ലീൻ ചെയ്യണ്ടേ. ഇത് നല്ല മെസ്സിയായിട്ട് കിടക്കുമായിരുന്നു. ഇതിൻ്റെ അകത്ത് എന്തൊക്കെയോ സ്ട്രോബെറി, കുറച്ച് ഓണിയൻ ഒക്കെ കിടപ്പുണ്ട്. പിന്നെ ഇവിടെ കുറേ വലിയ കമ്പുകളുണ്ട്. ആ കമ്പ് നോക്കി ഇതിൻ്റെ അകത്ത് ഇടാൻ പറ്റില്ല. ഉറുമ്പൊന്നുമില്ല കണ്ടോ. നമ്മളിപ്പം ബണ്ണിങ്സ് വെയർ ഹൗസിൽ നിന്ന് മേടിച്ച ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ടിടാൻ വേണ്ടി മേടിച്ച ഒരു സാധനമാണ്. അത് മേടിച്ചു. ഗ്ലൗസ് മേടിച്ചു. ഇവൻ്റെ ഗ്ലൗസ് കാണിച്ചേ, ഇവൻ്റെ ക്യാരറ്റ് ഗ്ലൗസ്. ഓക്കെ, ഇത് ഓൾമോസ്റ്റ് ഈ ഒരു സാധനം ഫുള്ളായി. നമുക്ക് ഒരു വീക്കിൽ ഇവിടെ ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റുന്നത് ഇത്രയേ ഉള്ളൂ. ഇത് മൊത്തത്തിൽ ഫില്ലായിട്ട് വേണം നമുക്ക് കൊടുക്കാൻ. അപ്പോൾ നമ്മുടെ ഇതൊക്കെ കണ്ട് നല്ല രസമല്ലേ. ഇനി ഇവിടുത്തെ കുറച്ച് വീടെന്ന് പറഞ്ഞാൽ ഇതൊക്കെ വീടാണ് കേട്ടോ. ഇതിവിടുത്തെ ആവശ്യമില്ലാതെ വളരുന്ന സാധനങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ പറിച്ച് നമുക്ക് ഇതിൻ്റെ അകത്ത് എല്ലാം അടിച്ച് കയറ്റണം. അപ്പം ഇതെല്ലാം നമുക്ക് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇതും മാക്സിമം നമ്മൾ കുറച്ചൊക്കെ ഇതിൻ്റെ അകത്ത് നിറയ്ക്കും. ഗ്രീൻ വേസ്റ്റ് ഇവനെ ഹെൽപ്പ് ചെയ്യാൻ കൂട്ടാ. ഇത് ഹെൽപ്പ് ചെയ്യാം. അപ്പോൾ ഇത് ഞങ്ങളുടെ ഇന്നത്തെ ഒരു സ്മോൾ ടാസ്ക്കാണ്. ഞങ്ങൾ ഇന്നത്തെ ദിവസം പള്ളിയിലൊക്കെ പോയിട്ട് ഞങ്ങൾ ചെറിയ ഗാർഡനിങ്. ട്രാമ്പിളിൻ ഇപ്പോഴല്ല, ട്രാമ്പിളിൻ നമ്മളിതെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം വീടാണ്. ഇതാണ് കണ്ടോ. ഏത് ഫ്ലവറാ? പിന്നെ ഒരു അടിപൊളി സംഭവം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇതിൻ്റെ അകത്ത് ഒരു ചെറിയ ഫ്ലവർ കാണും കണ്ടോ. ഇതെല്ലാം ഈ ഫ്ലവർ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഉണ്ടായി വരുന്നുണ്ട് കണ്ടോ. ഇതെല്ലാം പറിക്കാൻ പോകണം. ഓടിപ്പോയി കാണിച്ചിട്ട് വെച്ചിട്ട് അമ്മേനെ. ഇത് റിയ ആണെങ്കിൽ ഇന്ന് നല്ല തിരക്ക് പിടിച്ച് നല്ല കുക്കിങ്ങിലാണ് അല്ലയോ? വാട്ട് ഈസ് ഷീ മേക്കിംഗ്?
നല്ല ബീഫ് ഉണ്ടായിക്കൊണ്ടിരിക്കുക അറിയാം. നല്ല ബീഫും ചോറും എന്തൊക്കെയോ വെജിറ്റബിൾ. നമുക്ക് ഈ വെജിറ്റബിൾസ് ഹാനികരമായതുകൊണ്ട് ആ ഭാഗത്തേക്ക് ഞാൻ നോക്കാറില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ. നമ്മുടെ ഇതിൻ്റെ അകത്ത് ആ സെയിം രീതി തന്നെ കുറേ സ്ഥലത്ത് പിന്നെയും മുട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇത് ലെമൺ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കണ്ടോ, പുതിയ ഇലകളൊക്കെ വന്നു. അങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങൾ. ഇനി ഇവിടെ വേറൊരു മേജർ ടാസ്ക് ഉണ്ട്. ഇവിടെ നമുക്ക് ഈ ഗാർഡൻ പുല്ല് വെട്ടണം. പുല്ല് വെട്ടുന്നതിന് നമുക്ക് നല്ലൊരു ഈ പുല്ല് വെട്ടുന്നൊരു സാധനം വേണം. അതെവിടെ നേരം ഒപ്പിച്ച് വേണം ഇത് ചെയ്യാം. കണ്ടോ, ഈ ഇല കണ്ടില്ലേ, ഈ മൊട്ട് വിരിഞ്ഞ് ആ പൂവ് ഉണ്ടായതിന് ശേഷം ആ പൂവ് നേരെ ഇതായി, കണ്ടോ, ലീഫായി. അതുപോലെയാണ് ഇത് ഫുള്ള്. ഇത് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇത് മൊത്തം ലീഫാവും കേട്ടോ. ഈ പൂക്കളെല്ലാം അങ്ങ് പോകും. ഈ ഫെജോവയിൽ പുതിയതായിട്ട് ഒന്നും വന്നിട്ടില്ല, കണ്ടോ, ചെറുതായിട്ട് വരുന്നതേ ഉള്ളൂ. ഫെജോയുടെ എല്ലാം ഇങ്ങനെ മുട്ടുകളായി വരുന്നതേ ഉള്ളൂ. ഫെജോവയിൽ പൂവുണ്ടാവുമെന്ന് എനിക്കറിയില്ല. പ്ലമ്മിൽ പൂവുണ്ടാവുമെന്ന് എനിക്കറിയായിരുന്നു. ഫെജോവയിൽ പൂവുണ്ടാവുമെന്ന് എനിക്കറിയില്ല. നമ്മുടെ ഗ്രേപ്സ് നോ അപ്ഡേറ്റ്. ഗ്രേപ്സിൽ വലിയ കാര്യമായിട്ട് അപ്ഡേറ്റ്സ് ഒന്നുമില്ല. ഇതുവരെയും ഒരു ചെറിയൊരു ഇല പോലും ഇവിടെ എങ്ങും മുളച്ചിട്ടില്ല. മുളയ്ക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ്. ഇവ എന്തൊക്കെയാണ് അവിടെ ഭയങ്കര പ്രശ്നങ്ങളും പരിപാടികളൊക്കെയാണ്. അപ്പം ബാക്കി പരിപാടികൾ ചെയ്യട്ടെ കേസ്. അപ്പം നമ്മുടെ ഇതിൻ്റെ അകത്ത് ഇപ്പം ഇതെന്തോ ഒരു ചെടിയാണ്, ഞാൻ മറന്നുപോയി എന്താണെന്നുള്ളത്. ഇത് സ്ട്രോബെറിയാണ്, എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം ഇത് സ്ട്രോബെറിയാണ്. ഈ കാണുന്ന എല്ലാം സ്ട്രോബെറിയാണ്. ഇവിടെ എല്ലാം സ്ട്രോബെറി ഉണ്ട്. ഇവിടെ എല്ലാം സ്ട്രോബെറി ഉണ്ട്. ഇത് ഐ തിങ്ക് സം സാലഡ് ലീഫാണത്. എന്താ അതിൻ്റെ പേരൊക്കെ നമുക്ക് നോക്കാം. ഇത് സ്ട്രോബെറി, ഇതെല്ലാം സ്ട്രോബെറിയാണ്. കണ്ടോ, ഇതെന്താ പറയുക, ഒണിയൻ. കണ്ടോ, നല്ല ഒണിയൻ ഉണ്ടായി വരുന്നേ ഉള്ളൂ. കണ്ടോ, ഒണിയൻ ഉണ്ടാകുന്നുണ്ട്. ഇവിടെ ഒണിയനുണ്ട്. ഇത് എനിക്ക് തോന്നുന്നു എന്തോ ഒരു സാലഡിൻ്റെ ലീഫാണ്. അത് നമ്മുടെ ഓണേഴ്സിൻ്റെ അടുത്ത് ഒന്നും കൂടെ ചോദിക്കണം. ഇവ ഗൈസ് ഒക്കെ വിളിച്ച് ഇവ എന്നെ ഹെൽപ്പ് ചെയ്യുമോ? ഇവ ട്രാംബലിനിൽ കളിക്കാൻ നമ്മൾ ഗാർഡനിങ്ങിനാണ് വന്നത്. ഇപ്പം നമ്മൾ ഗാർഡനിങ്ങിന് വന്ന് എങ്ങനെ ട്രാംബലിനിൽ കളിക്കുന്നത്? ഇവ ട്രാംബലിനിൽ കളിക്കാൻ വേണ്ടിയാണ് ഗാർഡനിങ്ങിന് വരുന്നത്. ഇനി അപ്പം ഇങ്ങനത്തെ കാര്യങ്ങൾ ഇങ്ങനെ പോകുന്നു. അപ്പോൾ നമുക്ക് ഈ വേസ്റ്റുകളൊക്കെ നമ്മുടെ റെഡ് ബിന്നിൻ്റെ അകത്ത് പോകും. ബിക്കോസ് അതെല്ലാം റീസൈക്കിളബിൾ വേസ്റ്റാണ്, പ്ലാസ്റ്റിക്കുകളൊക്കെയാണ്. അപ്പോൾ റെഡ് ബിന്നിലോ അല്ലെങ്കിൽ കാർഡ്ബോർഡ്സൊക്കെ യൂഷ്വലി റീസൈക്കിളബിൾ വേസ്റ്റ് എല്ലാം നമ്മൾ യെല്ലോ ബിന്നിലാണ് വരുന്നത്. ദിസ് ഈസ് ഗ്രീൻ ബിൻ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ പ്രശ്നം. അപ്പം ഇതാണ് നമ്മുടെ ഷോർട്ട് ഗാർഡനിങ് വ്ളോഗ്. സ്റ്റിൽ ഐ ഹാവ് ലോട്ട് ഓഫ് വർക്ക്സ് ടു ഡു. അപ്പോൾ ഞാൻ സമയം കളയാറ്. കാരണം വൈകുന്നേരം ആകുമ്പോഴത്തേനും മഴ പെയ്യും. ഒരു 6-7 മണിയാകുമ്പോഴത്തേനും മഴ പെയ്യും. അതിന് മുമ്പേ നമുക്ക് പരിപാടികൾ തീർക്കണം. ഇവിടെ ട്രാംബലിനിൽ തന്നെ കയറി ജമ്പിങ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ കുറച്ച് ഗ്രീൻ വേസ്റ്റും കൂടെ കിട്ടിയിട്ടുണ്ട്. കുറച്ച് വീടും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ആ പുല്ലും കാര്യങ്ങളൊക്കെ പറിക്കണമായിരുന്നു. ആ പുല്ലൊക്കെ ആ ഒരു സൈഡിലായിരുന്നു. അപ്പോൾ കുറച്ചൊന്ന് അവിടുത്തെ കുറച്ച് പുല്ലുകളും കാര്യങ്ങളൊക്കെ ഒന്ന് പറിച്ചു. അതിലേറെ കുറച്ച് പണിയുണ്ട്. അപ്പം ദാറ്റ് ഈസ് ഹൗ ഇറ്റ് ഈസ്. ഇത് ഓൾമോസ്റ്റ് ഫുള്ളായി. ഇനിയിപ്പം ഇതിനെ അടയ്ക്കുക, അവിടെ കൊണ്ട് വെക്കുക. അപ്പം വെനസ്ഡേ എവറി തേഴ്സ്ഡേ ഇവിടെ ഇത് കളക്ട് ചെയ്യും. അപ്പം ദാറ്റ്സ് ഇറ്റ്. അപ്പം ഇതിൻ്റെ അകത്ത് ഓൾമോസ്റ്റ് ഒന്ന് ഇത് ചെയ്തിട്ടുണ്ട്, ഒന്ന് ക്ലിയർ ചെയ്തിട്ടുണ്ട്. കുറച്ച് സാധനങ്ങൾ അടുത്ത ആഴ്ചത്തെ ഇതിൻ്റെ അകത്ത് നമുക്ക് ഇടാനുള്ള. ഇപ്പോൾ ഇത് വെച്ചിട്ട് നമ്മളൊന്ന് പ്ലൗ ചെയ്ത് വിടുക. കാരണം സോയിലൊന്ന് ഇളകിയിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങൾ നടാനൊക്കെ ഉണ്ട്. എൻ്റെ കാലുകൊണ്ട് കുറച്ച് ഇതൊക്കെ അങ്ങോട്ട് പോയി. പിന്നെ ഏതൊരു സ്ട്രോബെറിയുടെ ഒരു സാധനം ഞാൻ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. എന്ത് ചെയ്യാവോ കാണാതെ ഇത് ഈ സ്ട്രോബെറി പ്ലാന്റ് ഞാൻ ഇത് ചെയ്തപ്പം ഇനിയിപ്പോൾ ഇത് ഇവിടെ തിരിച്ച് നടണം. അപ്പോൾ ഇതിൻ്റെ അകത്ത് എവിടെ നടും? ഇതിൻ്റെ അകത്തൊക്കെ സ്ട്രോബെറിയുടെ വേരുണ്ട് കേട്ടോ. കംപ്ലീറ്റ് സ്ട്രോബെറിയുടെ വേരാണ്. ഇതിൻ്റെ അകത്ത് ഞാൻ ഈ സ്ട്രോബെറി പ്ലാന്റിനെ നടാൻ പോകും. ഞാൻ ആദ്യമായിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. വലിയ എക്സ്പേർട്ടൊന്നുമല്ല. എന്തെങ്കിലും ഇത് വേണമെങ്കിൽ പറയണം കേട്ടോ. ഇവിടെയൊക്കെ ഞാൻ ഇത് വെച്ചിട്ട് ഇനിയിപ്പം ഇവിടെയൊക്കെ അവിടെ വരെ ഞാൻ ചെയ്തു കേട്ടോ. ഇതുപോലെ ഇങ്ങനെ നമ്മൾ പ്ലക്ക് ചെയ്ത് പോകും. കാരണം വെച്ചാൽ ഞാൻ ന്യൂസിലൻഡിൽ വന്നിട്ട് എൻ്റെ ഫസ്റ്റ് ജോലി ഗാർഡനിങ് ആയിരുന്നു. ഞാൻ അങ്ങനെയാണ് ഇത് പഠിച്ചത്. നമ്മളിങ്ങനെ ഇതിനെ ഇങ്ങനെ ഇതുപോലെ കണ്ടോ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. അന്ന് എന്നെ ആ വീട്ടിലെ അമ്മച്ചി എന്നോട് പറഞ്ഞു ഇങ്ങനെ ചെയ്യണം. അങ്ങനെയാണ് ഞാൻ ഇത് പഠിച്ചത്. അപ്പം ഇവിടെ ഇതൊക്കെ ഇതെന്തോ ഇതാണറിയാം, ലൈക്ക് എന്തോ ഒരു ലീഫി വെജിറ്റബിളാണ്. നമുക്ക് സാലഡ്സിലൊക്കെ ഇടുന്ന ടൈപ്പ്. അപ്പോൾ അങ്ങനെ ഇതിനെ ചെയ്തു. കുറേ സാധനങ്ങൾ അങ്ങോട്ട് മാറ്റി. ആ ഒരു സൈഡിൽ അവിടെ ഇരിപ്പുണ്ട്. അതൊന്നും നമുക്കിപ്പം കളയാനൊക്കത്തില്ല. ഇതെന്തോ ഒരു ചെടി, അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പം
ഇന്നത്തെ ടാസ്ക് ഇതൊക്കെയാണ്. അപ്പം ബാക്കിയൊക്കെ പിന്നെ അത്യാവശ്യം കുറേ നേരം നമ്മളങ്ങനെ പണിയെടുക്കാത്തതുകൊണ്ടേ വയ്യാണ്ടായി. അപ്പോൾ ദാറ്റ്സ് ഇറ്റ് ഗൈസ്, ബൈ.